ഷെറിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന, ഷെറുകൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു ജിന്ന് എല്ലാ മനുഷ്യന്റെ കൂടെയും ഉണ്ടാകും. അത് അവന്റെ ഖരീനാണ്. അങ്ങനെ ആ വ്യക്തി മരണപ്പെട്ടാൽ ഈ ഖരീനാകുന്ന ജിന്ന് അത് ഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞു നടക്കും. എന്നിട്ട് മറ്റുള്ളവരെ എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ആ വീട്ടുകാരെ ഉപദ്രവിക്കും, അവരുടെ കൂട്ടുകാരെ ഉപദ്രവിക്കും, നാട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു പ്രേതമായി, ഒരു പ്രേതാത്മാവായി ഈ ഖരീന് ഭൂമിയിൽ ചുറ്റി നടക്കും എന്നുള്ള ഒരു ധാരണ, ഒരു വിശ്വാസം, അത് തെറ്റാണ്. എന്നാൽ പൊതുവെ അറിയപ്പെട്ട ഒരു കാര്യമുണ്ട്, ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും, ജിന്നുബാധ ഉണ്ടാകും. അള്ളാഹു ഉദ്ദേശിച്ചാൽ എല്ലാ മനുഷ്യരുടെ ശരീരത്തിലും എപ്പോഴും കയറി അവരെ ഉപദ്രവിക്കുവാൻ ജിന്നിന് സാധിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ജിന്നുകൾക്ക് അപ്രകാരം ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ജിന്നുബാധ പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഒരു വേള ചില ആളുകളുടെ കൂടെ നിന്ന ഖരീനായ ഈ പറയപ്പെട്ട ജിന്ന് ഏതെങ്കിലും മനുഷ്യ ശരീരത്തെ ബാധിച്ചാൽ, സാധാരണ മറ്റു ശൈത്താൻ ബാധിക്കുന്നത് പോലെ ബാധിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ആ മരണപ്പെട്ട വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജിന്ന് എന്നുള്ള നിലക്ക് അയാളുടെ ശബ്ദത്തിൽ സംസാരിക്കുവാനോ അയാളുടേതായ ചില ചേഷ്ടകൾ കാണിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ നടന്നേക്കാം. പക്ഷേ അത്തരം കാര്യങ്ങളെ പൊക്കിപ്പിടിച്ചിട്ട് ഇത് ആത്മാവാണ്, മരിച്ചുപോയ ആളുടെ ആത്മാവിനെ ആവാഹിച്ചതാണ്, അല്ലെങ്കിൽ അയാളുടെ ഖരീനിനെ സാഹിറത കീഴ്പ്പെടുത്തിയിരിക്കുന്നു തുടങ്ങിയ രൂപത്തിൽ അതിനെ ചൂഷണത്തിന് വിധേയമാക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം. ജിന്നുബാധയുണ്ടായാൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും മന്ത്രിക്കുക. ഏതൊരു പിശാചും ഒഴിഞ്ഞു പോകുന്നത് പോലെ ഈ പറയപ്പെട്ട ഖരീനാകുന്ന ജിന്നാണ് ഇനി കയറിയത് എന്ന് സങ്കല്പിച്ചാൽ പോലും അതും ഒഴിഞ്ഞു പോകും. അതിനപ്പുറത്ത് മറ്റു വ്യാഖ്യാനങ്ങൾ അതിന് നൽകുക, അത് ആത്മാവാണ്, മരിച്ചാളുടെ ആത്മാവിനെ ഹാജരാക്കിയതാണ്, അത് ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നുണ്ട്, ഖരീൻ എന്ന് പറഞ്ഞാൽ അതാണ്, തുടങ്ങിയ വാദങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിശാച് ബാധയുടെ കൂടെ ഒരുപക്ഷെ ഈ ഖരീനാകുന്ന ജിന്നും ബാധിക്കുകയും മരിച്ച ആളുടെ ഏതെങ്കിലും നിലക്കുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ നാവിലൂടെ പുറത്തു വരുന്നത് ഒരിക്കലും അയാളുടെ ആത്മാവല്ല, അത് പിശാചിന്റെ തന്ത്രമാണ്. മനുഷ്യനെ വഞ്ചിക്കുവാനും അവനെ ഖുറാഫാത്തിൽ തളച്ചിടുവാനും അവനെ ഷിർക്കിലും ബിദ്അത്തിലും തളച്ചിടുവാനും ഒട്ടനവധി അന്ധവിശ്വാസങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകാനും വേണ്ടിയുള്ള പിശാചുക്കളുടെ തന്ത്രത്തിൽപ്പെട്ടത് മാത്രമാണത്. അല്ലാതെ ഒരു ആത്മാവുമല്ല. അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൽ അഭയം തേടുക, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന ദുആകൾ കൊണ്ടും അദ്കാറുകൾ കൊണ്ടും മന്ത്രിക്കുക, റുഖിയ അശ്ശറഇയ്യ എന്ന് പറയുന്ന മന്ത്രം നിർവഹിക്കുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല.